കണിവെള്ളരി കറി നല്ല കംഫർട്ടിംഗ് ആയിട്ടുള്ളൊരു കറിയാണിത്. വിഷുവിന് എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് നല്ല വയറൊക്കെ നിറഞ്ഞ് മനസ്സൊക്കെ നിറഞ്ഞിരിക്കും. പക്ഷെ വിഷുവിൻ്റെ പിറ്റേന്ന് എന്തെങ്കിലും സിമ്പിളായിട്ട് കഴിക്കാൻ തോന്നും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന കറിയാണ് കേട്ടോ ഇത്. നമ്മുടെ ചാനലിൽ നോൺ മലയാളീസ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർക്ക് വേണ്ടി 2 വാക്ക് ഈ ഒരു 5 സെക്കൻഡ്സിൽ ഇട്ടിട്ടുണ്ട്. അല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കണിവെള്ളരിയുടെ നമ്മൾ സാധാരണ ഒന്നും വേസ്റ്റ് ചെയ്യാറില്ല. സ്കിന്നും പൾപ്പും ഫ്ലഷും എല്ലാം യൂസ് ചെയ്യും. പക്ഷേ ഈയിടെയായിട്ട് ഒരു കയ്പ് രുചി കാണുന്നത് കൊണ്ട് സ്കിന്ന് മാത്രം ഒഴിവാക്കുന്നുണ്ട് ഈ പ്രാവശ്യം. ഞാനിതൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ. ഇന്ന് പായസമാണോ കറിയാണോ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്കൊന്ന് അറിയണ്ടേ. കണിവെള്ളരി കട്ട് ചെയ്ത് നോക്കിയപ്പം പഴുത്തിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് ധൈര്യമായിട്ട് കറി വെക്കാം. അല്ലെങ്കിൽ നമ്മൾ പായസം വെക്കാൻ ഉപയോഗിക്കും. ഇതപ്പോൾ തോല് മാത്രം കളഞ്ഞിട്ട് അല്ലിയും ഫ്ലഷും അതുപോലെ തന്നെ കട്ട് ചെയ്ത് ഞാനൊരു പാത്രത്തിലേക്ക്, കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് തന്നെ കട്ട് ചെയ്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. കണിവെള്ളരിയുടെ അല്ലി മറ്റുള്ള വെള്ളരിയേക്കാളും കൂടുതൽ ടെൻഡർ ആയിരിക്കും. അപ്പം കറിക്കൊന്നും ഒരു പ്രശ്നവും വരില്ല, ഒരു കടിയോ അങ്ങനെയൊന്നും വരില്ല. മാത്രമല്ല കുറച്ച് കൊഴുപ്പ് കൊടുക്കുകയും ചെയ്യും. ഇതിലേക്ക് കുറച്ച് പ്രോട്ടീൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൻപയർ വേവിച്ച് വെച്ചത് ഉണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 50 മുതൽ 80 ഗ്രാം വരെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 80 ഗ്രാമോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 1.5 തവിയോളം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയ മുളക് പൊടി എരിവ് കുറഞ്ഞ് നിറം കൂടിയ മുളക് പൊടിയാണ്. അതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഈ കംഫർട്ടിങ് കറി ആകുമ്പോൾ അധികം എരിവ് ഇല്ലാത്തതാണ് നല്ലത്. അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു കപ്പോളം വെള്ളമാണ്. 250 ml വെള്ളം. അറിയാലോ, വെള്ളരിക്കയിൽ ഓൾറെഡി വെള്ളമുണ്ട്. അപ്പോൾ 1 കപ്പ് മാത്രം മതി. ബാക്കി അതിൽ നിന്ന് ഇറങ്ങിയിട്ട് വേവാനുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ടായിക്കോളും. ഈ കണിവെള്ളരിക്ക മുറിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം 300 ഗ്രാമോളം ഉണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കഷ്ണങ്ങളൊക്കെ നല്ല ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട്. ഇപ്പം തന്നെ ഒന്ന് കുറുകിയ പരുവത്തിനായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളൊരു 30 മില്ലി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഒരുപാട് അങ്ങ് തിക്കാണ്ട, ഒരുപാട് ലൂസാവണ്ട, ആ ഒരു പാകത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പുളി ഒഴിച്ച് ഒരു 30 സെക്കൻഡ് നേരം മാത്രം തിളപ്പിക്കുക. എന്നിട്ട് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. മാറ്റിവെച്ച കറിയിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർക്കുകയാണ്. ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ചൂടിൽ കിടന്നിട്ട് കറിവേപ്പില പാകായാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ്. ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അടുപ്പത്തല്ല, പുറത്താണ്. പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ ആ ചുവന്ന ഗ്രേവിയിൽ കഷ്ണങ്ങളും പയറും കറിവേപ്പിലയും കഷ്ണത്തിൻ്റെ അല്ലിയും ഒക്കെ കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയില്ലേ. അത്രയും കംഫർട്ടിങ് രുചിയും കൂടെയാണ് കേട്ടോ ഈ ഒരു കറിക്ക്. ഇനി എന്താ ചെയ്യാനുള്ള ഒന്നുമില്ല, കറി തയ്യാറാണ്. കണിവെള്ളരിയും വീട്ടിൽ വെച്ച് എല്ലാവരും ഇപ്പം ചിന്തിച്ചിരിക്കുന്നുണ്ടാവില്ലേ എന്താ ചെയ്യാന്നുള്ളത്. ഈ കറി തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ. നാളെ തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരാളും പറയില്ല അത് കൊള്ളില്ല എന്ന് ആരും പറയില്ല. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹാപ്പി ആൻഡ് ഹെൽത്തി. ഇറ്റ്സ് മീ ധന്യ ഫ്രം വെജ് കേരള.